കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യ ടെസ്റ്റിൽ മോശം പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി അടക്കമുള്ളവർ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് മുഹമ്മദ് ഷമിയെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഇന്ത്യൻ ടീം പര്യടനം നടത്തിയപ്പോൾ അന്ന് ഗാംഗുലി ആവശ്യപ്പെട്ടിരുന്നു മുഹമ്മദ് ഷമിയെ ടീമിലെടുക്കണം. അന്ന് ഇന്ത്യ 3-1 ടെസ്റ്റ് സീരീസ് ഓസ്ട്രേലിയയോട് തോറ്റു. അന്ന് നിശിതമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹമ്മദ് ഷമിയെ പോലെ ഒരു ബൗളറേയും കൊണ്ടല്ലാതെ ഓസ്ട്രേലിയയിലേക്ക് എങ്ങനെ ഇന്ത്യക്ക് പോകാൻ കഴിഞ്ഞു, അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്നീ ആരോപണങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇംഗ്ലണ്ടിൽ ഇന്ത്യ പര്യടനം നടത്തിയപ്പോഴും ഷമിയെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് നിരന്തരമായ ആവശ്യങ്ങൾ ഉയർന്നു. എന്നാൽ അന്നും ഈ ടീമിലേക്ക് ഷമിയെ പരിഗണിച്ചില്ല. അതിന് കാരണമായി ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ, അത് അഭ്യൂഹങ്ങളായിട്ട് പോലുമാണ് ആ വാർത്തകൾ വരുന്നത്. അതായത് മുഹമ്മദ് ഷമി ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ വിസമ്മതിച്ചു എന്നും തൻ്റെ ശരീരം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കാൻ മാത്രം പാകത്തിൽ കായികക്ഷമത വീണ്ടെടുത്തിട്ടില്ലെന്നും ശാരീരിക ക്ഷമത വീണ്ടെടുത്തിട്ടില്ലെന്നും മുഹമ്മദ് ഷമി BCCIയോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ.